കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് സംയുക്ത രൂപത പ്രതിഷേധം നടക്കുകയാണ്. വിവരങ്ങളുമായി രതീഷ് വാസ്തവൻ ചേരുന്നു. രതീഷ്, വലിയ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുകയാണ്. കാരണം നമുക്കറിയാം, ജാമ്യം കിട്ടി പുറത്തു വന്നത് മാത്രം കൊണ്ടായില്ല, ആ കേസ് പിൻവലിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധവും നടപടികളുമായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഉള്ളത്. രജീഷ്, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു തുടർ പ്രതിഷേധം തന്നെയായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നത് ഇപ്പോൾ സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് ഈ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടിപ്പിച്ചത്. തുടർന്ന് കോഴിക്കോട് അതിരൂപത, അതുപോലെ തന്നെ താമരശ്ശേരി രൂപത, കോഴിക്കോട് എക്യുമെനിക്കൽ ഫോറം, കേരള കൗൺസിൽ ഓഫ് ചർച്ച് തുടങ്ങിയവരുടെ സംയുക്തമായ ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് കോഴിക്കോട്. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള പ്രതിഷേധം നിർബന്ധമായി വേണ്ടതുണ്ട് എന്ന ചർച്ചകളെ തുടർന്ന് തന്നെയാണ് ഈ സംയുക്തമായി വിവിധ സഭകൾ ഏകീകരിച്ച് ഈ വിഷയത്തിൽ ഒരൊറ്റ തീരുമാനം എന്ന നിലയിൽ ഒരു നിലപാടെടുക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് മാനന്തവാടി രൂപതയും അതുപോലെ തന്നെ എക്യുമെനിക്കൽ ഫോറം, ചർച്ച് ഓഫ് കൗൺസിൽ തുടങ്ങിയ സംഘടനകൾ സംയുക്തമായി ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്, ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. രജീഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ജാമ്യത്തിൽ 2 കന്യാസ്ത്രീകളെ വിട്ടയക്കുന്നതോടുകൂടി അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇതൊരു സ്ഥിരം സംവിധാനം ആവേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇനിയും ആവർത്തിക്കാതിരിക്കേണ്ടതുണ്ട്. അത്തരം ചില മുന്നറിയിപ്പുകൾ നൽകാൻ കൂടിയാവാം ഇത്തരത്തിൽ പ്രതിഷേധം വേണമെന്ന് സഭാ നേതൃത്വവും ഇത്തരം സംഘടനകളും തീരുമാനിച്ചത്. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിലുള്ള സംയുക്ത പ്രതിഷേധം എന്നുകൂടി തന്നെ വേണം പറയാൻ. രജീഷ്, വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. നിരവധി സ്ത്രീകളും കന്യാസ്ത്രീകളും ഒക്കെ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉണ്ട്. മുൻനിരയിൽ തന്നെ കോഴിക്കോട് സംയുക്ത രൂപത പ്രതിഷേധം നടക്കുകയാണ്. പ്രതിഷേധ റാലി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ സംഭവത്തിൽ ആ കേസ് ജാമ്യം ലഭിച്ചെങ്കിൽ കൂടി ആ കേസ് ഇപ്പോഴും തുടരുന്നുണ്ട്. കേസ് പിൻവലിക്കണം, റദ്ദാക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ സഭകൾ ഉന്നയിച്ചിരുന്നു.